ഗുരുവായൂരിൽ സ്വകാര്യ ഫ്ളാറ്റിൽ നിന്നുള്ള ശുചിമുറി മാലിന്യം കാനയിലേക്കും പാടത്തേക്കും ഒഴുക്കുന്നത് പരിസരവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നതായി പരാതി. ഗുരുവായൂർ നഗരസഭയിൽ നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയെടുക്കുന്നില്ലെന്ന് ആക്ഷേപം. തൃശൂർ റോഡിൽ മാവിൻചൂട് SFS ടെമ്പിൾ ടെറസ് എന്ന ഫ്ളാറ്റ് സമുച്ചയത്തിൽ നിന്ന് മാലിന്യം ഒഴുക്കുന്നതായാണ് പരാതി. ഉടമയോട് പരാതി പറഞ്ഞിട്ടും ഫലമില്ലാത്തതിനെ തുടർന്നാണ് നഗരസഭയെ സമീപിച്ചത്. കെട്ടിട ഉടമയെ സഹായിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു. ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പറയും, അയ്യോ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഏട്ടാ, ഞങ്ങൾക്ക് കാനം മണത്തിട്ടെന്ന്. ഡ്രൈനേജ് അങ്ങോട്ട് തുറക്കുമ്പോൾ ഭക്ഷണം വരെ കഴിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലാണ്. ഇന്ന് രാവിലെ 11:30 മണി 12 മണി വരെ അവർ ഡ്രൈനേജ് തുറന്നിട്ട് ആ വെള്ളമായിരുന്നു. എന്നിട്ടാണ് ഞാൻ ലാസ്റ്റ് മുനിസിപ്പാലിറ്റിയിലേക്ക് വിളിച്ചു, സെക്രട്ടറിക്ക് വിളിച്ചാൽ പറഞ്ഞു ഞാൻ കൗൺസിലാണ് ഞാൻ പിന്നെ വിളിക്കുന്നത്. പിന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അവരെ വിളിച്ചപ്പോൾ അയാൾ വ്യക്തി വരുന്നില്ല, ഈ ഫ്ലാറ്റിൻ്റെ മെയിൻ ആൾ തീരെ ഇതുവരെ വന്ന് നോക്കിയിട്ടില്ല. എന്നിട്ട് വേറെ ഉള്ളവരെ സെക്യൂരിറ്റിക്കാരനെ പറഞ്ഞയക്കുക. സെക്യൂരിറ്റിക്കാരോട് എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളോട് ചൂടാവണ മാതിരിയാണ് കാര്യങ്ങളും. കെട്ടിട സമുച്ചയത്തിൽ നിന്ന് ഭൂമിക്കടിയിലൂടെ കാനയിലേക്ക് പൈപ്പിട്ടിട്ടുണ്ട്. ഇതിലൂടെ രാത്രിയിലാണ് മാലിന്യം തുറന്നുവിടുന്നത്. കാന നിറയുന്ന സമയത്ത് സമീപത്തെ പാടത്തേക്കും ഒഴുക്കുന്നുണ്ട്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം വമിക്കുന്നു. വാതിലുകളും ജനലുകളും അടച്ചിടാതെ വീടിനകത്ത് ഇരിക്കാനാകില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. അവിടെ വലിയൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്, അത് ആർക്കും കാണാൻ പറ്റില്ല. അത് ടൈൽസൊക്കെ ഇട്ടിട്ട് മൂടിയെടുക്കുകയാണ്. അത് കൂടിയാണ് അവർ കക്കൂസ് ടാങ്കിയിലുള്ള വെള്ളം അങ്ങനെ തന്നെ തുറന്നിട്ടാണ്. പ്ലാന്റ് ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്, പക്ഷേ പ്ലാന്റിലൊന്നല്ല, അത് അങ്ങനെ ആ പൈപ്പ് കൂടെ പുറത്തേക്ക് കാനയിലേക്കാണ് വിടുന്നത്. അത് കാരണം ഞങ്ങളുടെ വീട്ടിലിരിക്കാനും ഒന്നിനും ഒരുതില്ല. പിന്നെ ഇനി മഴ പെയ്യില്ലേ, ആ മഴ പെയ്യുന്ന കാലത്ത് ആ കനലത്തെ വെള്ളം കൊണ്ട് നിറഞ്ഞിട്ട് മുഴുവൻ വീടിൻ്റെ ഉള്ളിലേക്കും മുറ്റത്തേക്കൊക്കെ വരും. അവരോട് പറഞ്ഞാൽ പറയാം അവരുടെ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട്, കാനയിലേക്ക് പൈപ്പ് വെള്ളമാണ്, മഴവെള്ളമാണ് വരുന്നത്. പക്ഷെ മഴവെള്ളമൊന്നും അല്ല വരുന്നത്, ഈ കക്കൂസ് ടാങ്കിയിലെ വെള്ളമാണ് വരുന്നത്. മലിനജലം കെട്ടിക്കിടക്കുന്നതിനാൽ പരിസരത്തെ കിണറുകൾ ഉപയോഗശൂന്യമായി. ഇതുമൂലം പ്രദേശത്തെ നിരവധി വീടുകളിൽ കുടിവെള്ളം ലഭിക്കാത്ത അവസ്ഥയാണ്. വർഷക്കാലമാകുന്നതോടെ മാലിന്യ പ്രശ്നം രൂക്ഷമാകുമെന്നാണ് പരിസരവാസികൾ പറയുന്നത്. മാലിന്യം കലർന്ന വെള്ളം വീടിനകത്തേക്കും ഒഴുകിയെത്തും. ഇത് പരിഹരിക്കാതെ എങ്ങനെയാണ് സമ്പൂർണ്ണ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിക്കുന്നതെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഇനിയും പരിഹാരം കാണാനായില്ലെങ്കിൽ സമര പരിപാടികളുമായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് നാട്ടുകാർ. TCV ഗുരുവായൂർ.